ട്രേഡിങ്ങിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്കില്ല് വേണം. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാം, അതല്ല ബ്ലോഗ് വായിച്ചിട്ട് പഠിക്കാം, അതേപോലെ നമുക്ക് ട്രേഡിംഗ് ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. സോ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ നോക്കിയിട്ട്, വലിയ വലിയ ട്രേഡേഴ്സിന്റെ ബുക്കുകളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ആക്ച്വലി ഇത് ഇങ്ങനെ പഠിച്ചത് കൊണ്ട് മാത്രം നമ്മളൊരു നല്ല ട്രേഡർ ആവുമോ? ഒരിക്കലുമില്ല. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഏത് വലിയ സ്പോർട്സ്മാനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഒരു നല്ല സ്പോർട്സ് പ്ലെയർ ആയിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞ പോലെ ആക്ടിങ് എന്ന് പറയുന്നത് ഇന്നും അദ്ദേഹം ഡെയിലി പോളിഷ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് അതേപോലെയാണ്. നമുക്ക് ഡെയിലി പോളിഷ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ, നമ്മുടെ സ്കില്ല് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സ്കില്ലബിൾ ഗെയിമാണ്. സോ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ ചെയ്യാനുള്ളൂ. ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു വീക്കിൽ എടുത്ത ട്രേഡിന്റെ ഒരു ലോജിക് എന്താണ്, ആ ഒരു ട്രേഡ് എടുക്കാനുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്താണ്, അതിന്റെ ഒരു പ്ലാനിങ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ ആക്ച്വലി ഞാനൊരു പ്രൈസ് ആക്ഷൻ ട്രേഡറാണ്. ഞാനൊരു ടെക്നിക്കൽ അനാലിസും എൻ്റെ സ്ക്രീനിൽ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പാർട്ട് ഫ്രം വോളിയം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് ഞാനൊരു ട്രേഡ് എടുക്കാറില്ല. എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് പ്രൈസ് ആണ്, വാട്ട് പ്രൈസ് ചെയ്യും. സോ ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വീക്കിൽ എടുത്ത ട്രേഡിന്റെ പിന്നിലൊരു ലോജിക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സെൻസ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കൂടി നിങ്ങളുടെ ഒരു ട്രേഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കും കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം അന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ആക്സിസ് ബാങ്കിലാണ്. ആക്സിസ് ബാങ്കിന്റെ ഒരു ലോജിക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ആക്ഷൻ ഞാൻ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, ആക്സിസ് ബാങ്ക് എൻ്റെ ഒരു ഇതിൽ ഒരു ബൈയിങ് ട്രെൻഡിങ് മാർക്കറ്റ് ആണ്. ഒരു ചെറിയ പുൾ ബാക്ക് തന്നു. ഡെഫിനറ്റ്ലി ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യും. അതായത് ഒരു ബൈയിങ് ബയാസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി ഡേ ക്യാൻഡിലിൽ എനിക്കറിയാം ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കണ്ടിട്ടാണ്, അങ്ങനെ ഒരു ബയാസ് നോക്കിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മേജർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് ഇവിടെ കൺസോളിഡേറ്റ് ആവാം. ഒരുപാട് താഴേക്കൊന്നും പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാർക്കറ്റിന്റെ ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് ആണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വന്നിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ട്രേഡ് ഒരു ഷോർട്ട് സൈഡിലേക്ക് ഞാൻ എന്തായാലും പോകില്ലായിരുന്നു. ഇവിടെ എവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ആക്ച്വലി ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, 1 ഡേ ക്യാൻഡിൽ നോക്കും, അതിനുശേഷം 15 ക്യാൻഡിലെ സപ്പോർട്ട് നോക്കും. അതിനുശേഷം ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, പെട്ടെന്ന് എവിടെയാണോ എനിക്ക് എൻട്രി മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യും. 2 മിനിറ്റിൽ എവിടെ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നു അവിടെ ഞാൻ എൻട്രി എടുക്കും. ആക്ച്വലി ഈ ഒരു ട്രേഡിൽ അതാണ് സംഭവിച്ചത്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ ഡെഫിനറ്റ്ലി എനിക്കറിയായിരുന്നു ചിലപ്പോൾ ഇതൊരു ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട്, കാരണം ഇവിടെ പലരും ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറും, ഈ ഒരു സ്റ്റോക്കിൽ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ്. ആക്ച്വലി എനിക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കായിരുന്നു. പക്ഷേ ഞാൻ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഡബിൾ കൺഫർമേഷൻ വേണമായിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിനകത്തേക്ക് കയറിയതിന് ശേഷം ഇതിനകത്ത് ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വ്യൂ, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. ആക്ച്വലി അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ട്രേഡ് എടുക്കുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഇവിടുന്ന് എനിക്ക് വിത്തിൻ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സിനകത്ത് തന്നെ എനിക്കൊരു 1:3 എന്നുള്ളൊരു രീതിയിൽ എനിക്ക് ട്രേഡ് എക്സിക്യൂട്ട് മീൻസ് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു ട്രേഡ് എൻ്റെ ഒരു ബയാസ് അനുസരിച്ചിട്ട് നല്ലൊരു ബൈയിങ് സൈഡാണ്. എനിക്ക് ആക്ച്വലി നല്ല രീതിയിലുള്ള അന്നേ ദിവസം ആക്ച്വലി സ്റ്റോക്ക് അറൗണ്ട് നല്ല രീതിയിലുള്ള ട്രെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആക്ച്വലി എനിക്കൊരു 1:10 അല്ലെങ്കിൽ ഒരു 1:12 ഒക്കെ അടുത്ത് എനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അത്രയൊന്നും ഹോൾഡ് ചെയ്തിട്ടില്ല. ഞാനൊരു 1:3 ഒരു ഡീസെന്റ് പ്രോഫിറ്റ് കിട്ടിയ പടത്തിന് ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ്. ഈ വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആക്സിസ് ബാങ്കിന്റെ ഒരു ഫസ്റ്റ് ട്രേഡ് ഇതായിരുന്നു. സെക്കൻഡ് ട്രേഡിലും ഇതേപോലെ തന്നെ രണ്ടാമത്തെ ദിവസം എൻ്റെ ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് തന്നെയായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ബൈയിങ് തന്നെയായിരുന്നു. കാരണം അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്,
പ്രീവിയസ് ഡേ, അതായത് തലേ ദിവസം നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. സോ സെക്കൻഡ് ടൈം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഫോം ചെയ്യും. പക്ഷേ ഇതേ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കില്ല, ബട്ട് ഒരു അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജിന്റെ ഒരു മൂവ്മെന്റ് എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു ബയാസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് ആക്ച്വലി അന്നേ ദിവസം എനിക്ക് വേറൊരു സ്റ്റോക്കിൽ നല്ലൊരു ട്രേഡ് കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. സോ ആക്ച്വലി അന്ന് മാർക്കറ്റ് രണ്ടാമത്തെ ദിവസം ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു ബയ്യിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് നല്ല രീതിയിൽ എനിക്ക് ആക്ച്വലി ഇവിടുന്നൊക്കെ ഒരു എൻട്രി സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ഞാൻ എൻട്രി എടുക്കാതിരിക്കാൻ അന്ന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, ബാങ്ക് നിഫ്റ്റി അത്ര ഒരു സ്ട്രോങ് കൺഫേം ആയിട്ട് മൂവ് ചെയ്യുന്നില്ലായിരുന്നു. അതൊരു റീസൺ ആണ് ട്രേഡ് എടുക്കാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എൻട്രി മിസ്സായി. ആ എൻട്രി മിസ് ചെയ്തിട്ടില്ല ഡെഫിനറ്റ്ലി എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ആക്ച്വലി നമ്മുടെ ബയാസിനനുസരിച്ച് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ട്രേഡ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ട്രേഡ് എടുത്തിട്ടില്ല. കാരണം ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ബൈയിങ് വരുന്നത്, ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഒരു ഉച്ചക്ക് ഒരു മണി ആ ഒരു സമയത്താണ്, ഒരു 12 മണി ആ ഒരു സമയത്താണ്. ഇത്രയും സമയമൊന്നും ഞാൻ ഒരിക്കലും സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇരിക്കാറില്ല. ഞാൻ വിത്തിൻ 1 അവർ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാം. വിത്തിൻ 1 അവർ, അതായത് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ വിത്തിൻ 10:45 ഞാൻ എൻ്റെ ട്രേഡ് കംപ്ലീറ്റ് തീർക്കും. ഇനി ടാർഗറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്യുള്ളൂ. ഒരു 10 മണി 10:30 ശേഷം ഒന്നും ഞാൻ ഒരിക്കലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യലില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് ആക്സിസ് ബാങ്കിൽ എനിക്ക് ഈ ഒരു വീക്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയത്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കനറ ബാങ്കിലാണെന്നുണ്ടെങ്കിലും എനിക്ക് സെയിം ലോജിക്ക് തന്നെയാണ്. കാരണം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡ് ആയിരുന്നു. അതിന് ശേഷം നല്ലൊരു കൺസോളിഡേഷൻ താഴേക്ക് വരുന്നു. അപ്പൊ എൻ്റെ ഒരു ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് സൈഡാണ്. അപ്പൊ പ്രീവിയസ് ഡേയിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നല്ല രീതിയിലുള്ള പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും 2 പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അതായിരുന്നു എൻ്റെ ആക്ച്വലി ഉള്ള ബയാസ്. അതിനുശേഷം ഞാൻ ആക്ച്വലി ശരിക്കും 50 മിനിറ്റ്സിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു. 50 മിനിറ്റ്സിൽ ഞാൻ നോക്കി എങ്ങനെയാണ് എന്തൊക്കെയാണ് സാധ്യത ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ബയാസ് എന്ന് പറയുന്നത് അന്ന് ആക്ച്വലി മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് 50 മിനിറ്റ്സിന്റെ ഈ ഒരു സപ്പോർട്ട് ലൈൻ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പം ഒന്നുകൂടി ഒരു ട്രാപ്പ്, ഇതൊരു ആക്ച്വലി ഒരു ട്രാപ്പ് ആണല്ലോ. കാരണം നമുക്ക് നല്ല മാർക്കറ്റ് രീതിയിൽ അപ്പൊ ഇവിടെ ആക്ച്വലി ഷോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടാവാം. അപ്പൊ അതിന് ആദ്യം വലിയ വലിയ പ്ലെയേഴ്സ് ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഷോർട്ട് ചെയ്യിപ്പിക്കുക, അതിനുശേഷം അതിന്റെ യഥാർത്ഥ മൂവ്മെന്റ്, അതിന്റെ യഥാർത്ഥ ബയാസ് എന്താണോ അങ്ങോട്ട് മൂവ് ചെയ്യുക. ഇതാണ് അതിന്റെ ഒരു ആക്ച്വലി ഉള്ള ഒരു പ്ലാൻ. അപ്പോൾ ഇവിടെ ആക്ച്വലി നല്ല റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് ആണ്. അപ്പൊ ഞാൻ ബൈയിങ് സൈഡ് മാത്രം നോക്കുന്നുള്ളൂ. എന്റെ പ്ലാൻ ഓൾറെഡി റെഡിയാണ്. അപ്പൊ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് എന്റെ ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും ഇതേപോലെ തന്നെ 50 മിനിറ്റ്സ് നോക്കി അതിനുശേഷം ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 1 മിനിറ്റിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ 50 മിനിറ്റ്സിൽ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിലുള്ള ഇവിടെ ഒരു കൺസോളിഡേഷൻ. ഈ കൺസോളിഡേഷൻ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയിരുന്നു ഈ മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തത്. രണ്ടാമത്തെ ദിവസം കനറ ബാങ്കിൽ ഞാൻ ട്രേഡ് എടുക്കുന്നത് ആക്ച്വലി ഈ ഒരു റേഞ്ചിലാണ്, ഈ ഒരു ക്യാൻഡിലാണ്. എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഓൾമോസ്റ്റ് ഒരു 1:4, 4.36 എന്നുള്ള രീതിയിലുള്ള ഒരു ടാർഗറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്റെ ടാർഗറ്റ് എനിക്ക് ഇവിടം വരെ വെക്കായിരുന്നു. ബട്ട് അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കിട്ടിയപ്പോൾ ഞാൻ അത് ക്വിറ്റ് ചെയ്തതാണ്. എന്റെ ടാർഗറ്റ് എടുത്ത് മാറിയുന്നതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരുപാട് ഗ്രീഡ് ആവാൻ പാടില്ലല്ലോ. അടുത്ത ദിവസവും എന്റെ ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ 50 മിനിറ്റ്സിൽ നോക്കി അതിനുശേഷം 1 മിനിറ്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആക്ച്വലി ട്രേഡ് എടുക്കുന്നത്, എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ താഴെയായിരുന്നു. ഞാൻ ആക്ച്വലി ട്രേഡ് എടുത്തത് ഇവിടെ ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം ഈ ഒരു പോയിന്റിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് നല്ലൊരു 1:2.72 എന്നുള്ള റേഞ്ചിലേക്ക് എനിക്ക് നല്ല രീതിയിലുള്ളൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 3ആയിരുന്നു എന്റെ ഈ വീക്കിലെ ട്രേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇതേപോലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഇതേപോലെ ട്രേഡ് എടുത്തത് എന്റെ ബയാസ് ബൈയിങ് സൈഡ് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തത് ഈ ഒരു ക്യാൻഡലിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി എനിക്ക് ആ ഒരു ക്യാൻഡിൽ കിട്ടി.
പക്ഷേ എൻ്റെ എൻട്രി ഒന്ന് മാറിയത് കൊണ്ട് തന്നെ അവിടെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഇൻ ദ സെൻസ്, സോ ആക്ച്വലി 15 മിനിറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ബയാസ് എന്ന് പറയുന്നത്, ഞാൻ 1 മിനിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ബയാസ് ബൈയിങ് ആണല്ലോ. സോ ആക്ച്വലി ഞാൻ ഇവിടുന്നാണ് ഇതിന്റെ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു സഡൻ ഫാള് തന്ന് എന്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം ഒരുപാട് നേരം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് പോയത്. ആക്ച്വലി അന്നേ ദിവസം തന്നെ എന്റെ ടാർഗറ്റിൽ പ്രൈസ് പോയിട്ടുണ്ട്. ബട്ട് അതിൽ കാര്യമില്ല, കാരണം നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ എൻട്രി അവിടെ മിസ്സായി പോയി കഴിഞ്ഞ്. അപ്പോൾ ആക്ച്വലി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ ബയാസും കാര്യങ്ങളൊക്കെ വളരെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. കാരണം നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുറക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ ആക്ച്വലി എന്റെ ബയാസ് എന്ന് പറയുന്നത് ബൈയിങ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാതെ കണ്ണും പൂട്ടിയിട്ട് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാന്നുള്ളതല്ല. നമ്മുടെ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൺ. പിന്നെ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. അപ്പൊ ആ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി, ഇനി എനിക്ക് ഈ ഒരു ട്രേഡ് എനിക്ക് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു 1:4 എനിക്ക് കിട്ടുമായിരുന്നു. ആക്ച്വലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഡെഫിനറ്റ്ലി സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റോക്കിലാണ് എനിക്ക് കഴിഞ്ഞ വീക്കിൽ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഏഷ്യൻ പെയിന്റ് ആണെന്നുണ്ടെങ്കിലും, ഏഷ്യൻ പെയിന്റ് ഞാൻ എടുത്തൊരു ട്രേഡ് ആയിരുന്നു. ഏഷ്യൻ പെയിന്റില് ഏഷ്യൻ പെയിന്റ് ഇതേപോലെ തന്നെ ഞാൻ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. കാരണം ഒരു ബയാസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കാരണം ഇതൊരു നല്ലത്, അപ്പോൾ ഒരു കറക്റ്റ് ഒരു പുൾ ബാക്ക് തന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാർക്കറ്റ് ഇതുവരെ പോകും എന്നുള്ള ഒരു ബയാസിന്റെ പുറത്താണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് 15 മിനിറ്റ്സിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. 15 മിനിറ്റ്സിൽ 15 മിനിറ്റ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടുന്ന് ഈ ഒരു പോയിന്റിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 1 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി 3201 ഈ ഒരു റേഞ്ച് വരെ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷെ എൻ്റെ ടാർഗറ്റ് വരെ പോയില്ല. മാർക്കറ്റ് ഇവിടുന്ന് നന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിന്റെ ഒരു 15 മിനിറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് ആക്ച്വലി ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ മുകളിലാണ്. ആക്ച്വലി ഒരു 1:1 1:1 മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡിനെ വിടാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു. അതിന് ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിലുള്ള മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ ഒരു ട്രേഡിലാണെന്നുണ്ടെങ്കിലും ബയാസ് ബൈയിങ് സൈഡ് തന്നെ ആയിരുന്നു. പിന്നെ ആ ഒരു മേജർ ബ്രേക്ക് ഔട്ട് തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഷോർട്ട് ഈ ഒരു പോയിന്റ് വരെ ഷോർട്ടിലേക്ക് വരും എന്നുള്ളത്. അപ്പൊ ഒരു 1:2 എങ്കിലും കിട്ടാതെ എനിക്ക് ആ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ച് 1:2 കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ONGCയിലും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ONGCയിലും എനിക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ONGCയിൽ എന്റെ ബേസ് എന്ന് പറയുന്നത് ബൈയിങ് സൈഡ് തന്നെയായിരുന്നു. ONGC ആക്ച്വലി ഈ ഒരു ക്യാൻഡലിന് രണ്ടാമത്തെ ദിവസം ഈ ഒരു ഫുൾ ബാക്ക് വന്ന് ഇവിടെ ഞാനൊരു ഗ്രീൻ ക്യാൻഡിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോ രണ്ടാമത്തെ ദിവസം എന്തായാലും എനിക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഫ്രൈഡേ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു, ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു ട്രെൻഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കറക്റ്റ് എൻട്രിയും എക്സിറ്റും ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ
ട്രേഡ് എടുത്തിട്ടുണ്ട്, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വിത്തിൻ 5 minutes എനിക്ക് എന്റെ ടാർഗറ്റ് ഹിറ്റായി ഇൻ ദ സെൻസ് അറൌണ്ട് ഒരു 2.61 എന്നുള്ള രീതിയിലേക്കാണ് എനിക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതിന്റെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ഈ ആഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന ആക്സിസ് ബാങ്ക്, കനറ ബാങ്ക്, ONGC, ഹിന്ദുസ്ഥാൻ, ഏഷ്യൻ പെയിന്റ്, ഈ 4 ട്രേഡ്, ഈ 5 ട്രേഡിലും എനിക്ക് പ്രോഫിറ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ട്രേഡിലും എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് അത്യാവശ്യം 1:2, 1:3 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ വെറും സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രേഡ് എടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പൊ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ഇൻഡെപ്ത്, ഒരു കോറിലേഷൻ എന്താണ്, മാർക്കറ്റിന്റെ ഒരു ബയാസ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അപ്പോഴേ നമുക്ക് ട്രേഡിംഗിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്കൊരു 1:2, 1:3 ഒക്കെ പ്രോഫിറ്റ് കിട്ടണം. ആ ഒരു രീതിയിലൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ക്ലബ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ എടുത്ത ട്രേഡിന്റെ ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു എന്റെ പ്ലാൻ, എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, ഈ വക കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ഇതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.